എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും എം ഫേവറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ധനുഷ് ചന്ദ്രൻ എസ്. അപ്പോൾ നമ്മളിന്ന് ടോപ്പിക് കാണുന്നത് പോലെ തന്നെ എന്താണ് സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തിയായിരുന്നോ മക്കളെ? എല്ലാവരും എത്തിയായിരുന്നോ? നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാമോ? എല്ലാവരും ഓക്കെ ആണോ? നല്ല ഫുൾ പവറിലിരിക്കണം, നല്ല ഫുൾ എനർജിയിലിരിക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെയും നല്ല എനർജിയിലിരിക്കണം. ഓരോ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ആൻസർ എന്ത് ചെയ്യണം? കമന്റ് ചെയ്ത് പറയണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാമോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലാസ്സിലോട്ട് പോവാമല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളണേ. നമ്മൾ ഫസ്റ്റ് ഈ പറയുന്ന ടോപ്പിക്കിലോട്ട് മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്ന സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ്, വേറൊരു സാധനമുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്ന് പറയും അല്ലേ. അത് നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധാരണ പലിശ എന്ന് പറയുന്നൊരു സിമ്പിൾ ടോപ്പിക്കാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് സാധാരണ മത്സര പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് സാധാരണ പലിശയുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെയാണോ ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചങ്ങ് തീർക്കും. ഓക്കെ, ഇന്ന് കൊണ്ട് നമ്മൾ ഈ പറയുന്ന സാധാരണ പലിശയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് തന്നെ അങ്ങ് പഠിച്ചങ്ങ് തീർക്കും. എല്ലാവരും കൂടെ പഠിച്ചു വന്നോളണം, പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തോളണം. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെച്ചോളണം. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് കേട്ട് അതൊക്കെ എഴുതി വെച്ച് അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് എങ്ങോട്ട് പോവാം? ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളണം. നമുക്ക് ഫസ്റ്റ് കാര്യത്തിലോട്ട് പോകാം. മക്കളെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലേ. എന്താണ് ഈ സാധാരണ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഈ സാധാരണ പലിശ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഒരു ബാങ്കിലോ നമ്മൾ സാധാരണ കടം വാങ്ങാറുണ്ട്, ലോൺ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ട് അല്ലേ. രണ്ട് കേസുകൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ്. ഇവിടെയൊക്കെ ഈ സാധാരണ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ കടം വാങ്ങുന്നതോ ആയിട്ടുള്ള ഒരു എന്ത് കാണും? ഒരു മുടക്ക് മുതൽ കാണും അല്ലേ. ഓക്കെ, അതായത് ഒന്നുകിൽ ഞാൻ കടം വാങ്ങുന്ന പൈസ ആയിരിക്കാം, ലോൺ എടുക്കുന്ന ഒരു പൈസ ആയിരിക്കും, ഒരു നിശ്ചിത പൈസ ആയിരിക്കാം, നിശ്ചിത തുകയായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ബാങ്കിലോ മറ്റോ ഏതെങ്കിലും ഒരു എന്താണ് ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ ഞാൻ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപിക്കുന്ന ഒരു തുകയായിരിക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ തുകയെ വിളിക്കുന്ന പേരാണ് മുതൽ, അതായത് മുടക്ക് മുതൽ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് മുതൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, മുടക്ക് മുതൽ എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിൽ ഇതിനെ പ്രിൻസിപ്പൽ എന്നാണ് പറയുന്നത്. ആ പ്രിൻസിപ്പലിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഒക്കെ പറയുന്ന സമയത്ത് പി എന്നേ കൊടുക്കത്തുള്ളൂ, അപ്പൊ ഡൗട്ട് വരാൻ പാടില്ല. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ബാങ്ക് കടം തരുന്ന ആയാലും ഞാൻ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആയാലും എന്ത് കാണും? ഒരു പലിശ നിരക്ക് കാണും അല്ലേ. അതായത് ഇത്ര ശതമാനം പലിശയ്ക്കായിരിക്കും അവരെനിക്ക് തരുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യുന്ന നിക്ഷേപിക്കുന്നത്. അപ്പം ഒരു നിരക്ക്, ഒരു പലിശ നിരക്കിലായിരിക്കും ഈ പരിപാടി എല്ലാം പോകുന്നത് അല്ലേ. അപ്പൊ ആ പലിശ നിരക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെയുണ്ട്. എന്താണ്? പലിശ നിരക്ക്. ഓക്കെ, ഇംഗ്ലീഷിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. നമ്മൾ ഷോർട്ട് ആക്കി ആർ എന്ന് കൊടുക്കും. എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് ആറ്. അപ്പൊ മുതല് പ്രിൻസിപ്പൽ, അതെന്താണ്? പി ആണ്. പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറാണ്. ഓക്കെ അല്ലേ? രണ്ട് ടേംസ് പറഞ്ഞേ. ഇനി മൂന്നാമത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് നമ്മൾ ടെന്യൂർ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? കാലം. ഓക്കെ, എത്ര കാലഘട്ടം, കാലം. ഓക്കെ, വർഷം ഒന്നും പറയാം, കാലമെന്നോ അല്ലെങ്കിൽ വർഷം. ഓക്കെ, എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര കാലത്തേക്കാണ് ഇടുന്നത്? വർഷം. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ടെന്യൂർ എന്നാണ്, അല്ലെങ്കിൽ എന്താണ്? ടൈം. അതാണ് നമ്മൾ എന്തെടുക്കുന്ന ടി എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ടി എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ 3 ടേംസ് പറഞ്ഞേ. ഇനി നാലാമതുള്ള ഒരു ടേം ആണ് നമ്മുടെ പലിശ എന്ന് പറയുന്ന ടേം. അത് സാധാരണ പലിശയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. കൂട്ടുപലിശയെങ്കിൽ കൂട്ടുപലിശ എന്ന് എടുത്ത് പറഞ്ഞിരിക്കും. അവിടെ മാത്രം നിങ്ങൾ കൂട്ടുപലിശ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അതുപോലെ ചെയ്താൽ മതി. അല്ലാതെ പലിശ എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്താണ്? സാധാരണ പലിശ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ പലിശ അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഷോർട്ടാക്കി നമ്മൾ SI എന്ന് കൊടുക്കും. ഓക്കെ, ഇവനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് മക്കളെ മനസ്സിലാക്കണം, ഈ പറയുന്ന
മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിശ്ചയ തുക കൊണ്ടൊന്ന് ഇടുന്നു, സാധാരണ പലിശയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇടുന്ന പൈസയ്ക്ക് മാത്രമേ എനിക്ക് എത്ര വർഷം കഴിഞ്ഞാലും പലിശ കിട്ടൂ. ഓക്കെ, കൂട്ടുപലിശ ഞാൻ കൂട്ടുപലിശ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ പലിശയ്ക്കും പലിശ കിട്ടും, അത് ഞാൻ അവിടെ പറയാം. ഇവിടെ ഇപ്പൊ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സാധാരണ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധനം? ഞാൻ എത്ര രൂപയാണോ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന, ബാങ്കിൽ നിക്ഷേപിക്കുന്നത്, ആ പൈസ ഞാനിപ്പം ഈ വർഷം കൊണ്ടുവന്നിട്ട് 5000 രൂപ ഇട്ടു, അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എനിക്ക് പലിശ കിട്ടും, ഇതിന്റെ പലിശ കിട്ടും. ഇപ്പൊ 10% 10% പലിശ കിട്ടും, 5 ആണെങ്കിൽ 5 കിട്ടും, എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും. എന്നിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇപ്പൊ ഇട്ട 5000ന്റെ പലിശ മാത്രമേ അടുത്ത വർഷവും കിട്ടൂ. അടുത്ത വർഷം ആയാലും എന്താണ്? ഇപ്പൊ ഇട്ട 5000ന്റെ മാത്രമേ കിട്ടൂ. വീണ്ടും വർഷങ്ങൾ എത്ര കടന്നു പോയാലും ഈ 5000ന്റെ പലിശ മാത്രമേ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. എന്നാൽ വർഷം തോറും ഈ കിട്ടുന്ന പലിശയും കൂടെ അതിൽ ചേർന്ന് വരികയാണ്. പക്ഷെ ആ പലിശയ്ക്ക് എന്തില്ല? പലിശയില്ല. അപ്പൊ എന്തിന് മാത്രമേ പലിശയുള്ളൂ? ഞാൻ ആദ്യം എത്രയാണോ നിക്ഷേപിക്കുന്ന അതിന് മാത്രമേ പലിശയുള്ളൂ. അപ്പൊ നമുക്കിതെന്താണ്? ശരിക്കും പറഞ്ഞാൽ നിക്ഷേപിക്കുന്ന കേസിൽ ഇത് നഷ്ടമാണ്. സാധാരണ പലിശയാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്, ഉറപ്പായിട്ടും എനിക്ക് നഷ്ടമാണ്. എന്നാൽ നമ്മളിപ്പോൾ ലോണൊക്കെ എടുക്കുന്ന കേസിലാണെങ്കിലാ നമുക്കിത് ലാഭമാണ് അല്ലേ? ഓക്കെ, പക്ഷേ നമുക്ക് മാത്സിൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഏതാണ്? നമുക്ക് ലാഭം കൂട്ടുപലിശയാണ്. ഞാനിപ്പോൾ എന്താണ് നിക്ഷേപിക്കുന്ന സമയത്ത് എനിക്ക് കൂട്ടുപലിശയാണ് എല്ലായിടത്തും കിട്ടുന്നത്, അതാണ് എനിക്ക് ലാഭം എന്ന് പറയുന്നത്. എന്നാൽ ഈ സാധാരണ പലിശ എന്താ? എനിക്ക് നഷ്ടമാണ്. പക്ഷെ മാത്സിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം ഏതാ? സാധാരണ പലിശ. കൂട്ടുപലിശ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് കടുക്കും. അപ്പൊ ഏറ്റവും എളുപ്പം ഏതാ? സാധാരണ പലിശ പഠിക്കാൻ. അപ്പൊ നമ്മൾ അതാണെന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അല്ലേ? അപ്പൊ ഞാൻ 4 ടേംസ് പറഞ്ഞു. മുതല്, പലിശ നിരക്ക്, കാലം അല്ലെങ്കിൽ വർഷം, പിന്നെന്താണ്? പലിശ. ഓക്കെ മക്കളെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്: PRT/100. സിമ്പിൾ ആയിട്ട് പഠിക്കണം, ഉറപ്പായിട്ടും പഠിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? PRT/100. ഓക്കെ, എവിടെയെങ്കിലും സാധാരണ പലിശ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് PRT/100. P × R × T ആണ്, ഡിവൈഡഡ് ബൈ 100. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ആണ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെന്യൂർ, കാലം, വർഷം. ഓക്കെ, SI എന്ന് കൊടുത്തേക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഒന്നാമത്തത് പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ എല്ലാവരും മക്കളെ എല്ലാവരും കൂടെ പറയണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് PRT/100. എന്താണ്? PRT/100. എന്താണ്? PRT/100. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചു കേട്ടോളേ. നമുക്കിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. ചിലപ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ 5000 രൂപ കൊണ്ടൊന്ന് ബാങ്ക് ഇട്ടു. 2 വർഷം കഴിയുമ്പോൾ എനിക്ക് അതിന്റെ പലിശയും കൂടെ കിട്ടും അല്ലേ? എന്നാൽ 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ മുഴുവൻ പൈസ അങ്ങ് വിഡ്രോ ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് കിട്ടിയ മൊത്തം തുക, അതായത് മൊത്തം എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ മൊത്തം എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്രയാണോ ഞാൻ ആദ്യമിട്ട പ്രിൻസിപ്പൽ, അതിന്റെ കൂടെ എന്ത് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. എവിടെയെങ്കിലും എമൗണ്ട് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുടക്കിയ പ്രിൻസിപ്പലിന്റെ കൂടെ എത്രയാണോ സിമ്പിൾ ഇൻട്രസ്റ്റ് അതും കൂടെ ആഡ് ചെയ്തേ എമൗണ്ട് തുക പറയാവും. ക്ലിയർ അല്ലേ? ഈ 2 കാര്യങ്ങളാണ് ഇവിടെ നിന്നും പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പം മുതൽ എന്ന് പറയുന്ന ടൈം പ്രിൻസിപ്പൾ അറിഞ്ഞിരിക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിഞ്ഞിരിക്കണം, പിന്നെ ടൈം അല്ലെ ടെന്യൂർ അറിഞ്ഞിരിക്കണം, പിന്നെന്താണ്? ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ അറിഞ്ഞിരിക്കണം. ഈ ടേമുകളെല്ലാം പഠിക്കണം. പിന്നെ 2 ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് PRT/100. എമൗണ്ട് ആണെങ്കിൽ എന്താണ്? പ്രിൻസിപ്പളിന്റെ കൂടെ എന്ത് കൂട്ടുക? സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടണം. ഇത്രയും കാര്യമാണ് ബേസ് ആയിട്ട് അറിയേണ്ട കാര്യം. മക്കളെ, ഇത്രയും പറഞ്ഞ കാര്യം പക്കയാണ്? എല്ലാവർക്കും പക്കയാണ്? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാമോ? ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ്? നമുക്കിനി നേരെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിന്ന് എന്ത് ചെയ്യാം? ചെയ്തങ്ങ് പഠിക്കാം. ഓക്കെ, മക്കളെ, നിങ്ങൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് ചാടപാട ആൻസർ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. പറയുന്ന കാര്യങ്ങൾ ഓരോന്നും എഴുതി വെച്ചോണം. ഓക്കെ, ഷോർട്ട് ട്രിക്ക് ഒക്കെ ആയിരിക്കും പറഞ്ഞു തരുന്ന, അതൊക്കെ എന്ത് ചെയ്യണം? അതുപോലെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യനിലോട്ട് പോവാലോ? ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടോളണം.
25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? എന്താണ് ചോദ്യം? 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 25,000 രൂപയ്ക്ക് ഇപ്പം മക്കളെ മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാവാനാണ് ഓരോ കാര്യങ്ങളെടുത്ത് എഴുതി തരുന്നത്. പരീക്ഷയ്ക്കൊന്നും എഴുതിക്കൊണ്ടിരിക്കരുത്. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഒന്നും എഴുതിക്കൊണ്ടിരിക്കരുത്. ഞാൻ മനസ്സിലാവാനാണ് ഓരോന്നും എടുത്ത് എഴുതി തരുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ പി എന്ന് പറയുന്നത് എത്രയാണ്? 25,000. എത്രയാണ്? 25,000. ഇവിടുത്തെ ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10%. ഓക്കെ, എത്ര വർഷമാ? ടി എന്ന് പറയുന്നത് എത്രയാണ്? 2 വർഷമാണ് അല്ലേ? എന്താണ് കണ്ടെത്താനുള്ള? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്തണം. മക്കളെ നമ്മൾ പഠിച്ചതല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRT/100 ആണ്. അതായത് പി എന്ന് പറഞ്ഞാൽ 25,000 ഇൻറ്റു പിന്നെന്താണ് ആർ എന്ന് പറഞ്ഞാൽ 10 ആണ് ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, ഈ 2 സീറോസും ഓക്കെ, ഈ 25,000-ത്തിലെ ഈ 2 സീറോസും വെട്ടിക്കളയാം. ബാക്കി എന്താണ്? 25 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. 50 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. പിന്നെന്താണ്? ഇവിടെ 2 സീറോയും കൂടെ വരും അല്ലേ? അപ്പൊ 50ഉം പിന്നെന്താണ് 2 സീറോയും കൂടെ കൊടുക്കുക. അതായത് എത്രയെന്ന് കിട്ടും? 5000 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5000 ആയിരിക്കും. എത്രയാണ്? 5000 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം, ഇത് ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചാണ് ചെയ്തത്. ഇതിന്റെ ആവശ്യമുണ്ടാ? ശതമാനമൊക്കെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് എളുപ്പത്തിലൊക്കെ പഠിച്ചു വെച്ച ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന കാര്യമാണ്. 25,000-ന്റെ 10% എത്രയാണ്? 25,000-ന്റെ 10, ഏതൊരു നമ്പറിന്റെയും 10% കണ്ടെത്താൻ ഒരു സ്ഥാനം മാറ്റി കുത്തുകൊടുത്താൽ മതി അല്ലേ? 25,000-ന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000-ന്റെ 10% ഒരു സ്ഥാനം മാറ്റി കുത്തുകൊടുത്താൽ പോരെ? അതായത് എത്രയായിരിക്കും? 2,500 ആയിരിക്കും അല്ലേ? ഓക്കെ, ഒന്നാമത്തെ വർഷം 2,500 രൂപ പലിശ കിട്ടും. 2 വർഷമല്ലേ പറയുന്ന? രണ്ടാമത്തെ വർഷവും എന്ത് കിട്ടും? 2,500 രൂപ പലിശ കിട്ടും. അതായത് മൊത്തം പലിശ എത്രയാണ്? 5,000 ആണ്. ഇങ്ങനെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഈ ശതമാനമൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇങ്ങനെയാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഈ ശതമാനം വെച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എത്രയാണ്? 25,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. ടി എത്രയാണ്? 2 ആണ്. PRT/100 വെച്ച് ചെയ്യുക. അത് വെച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 5000 എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 5000. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 25,000 രൂപയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുക്കുക. 2,500 ആണ്. ഒന്നാമത്തെ വർഷവും 2,500 കിട്ടും. രണ്ടാമത്തെ വർഷവും 2,500 കിട്ടും. മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5000 എന്ന് കിട്ടും. അങ്ങനെയും ആൻസർ എടുക്കാം. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ പറയുന്നതിന് മുന്നേ എല്ലാവരും ആൻസർ പറഞ്ഞായിരുന്നോ? ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സാധനം അറിയാമല്ലോ, മനസ്സിലായല്ലോ? എല്ലാവർക്കും പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാമോ? അടുത്തതിലോട്ട് പോവാമോ? അപ്പൊ നേരെ അടുത്തതിലോട്ട് പോകണം. ശ്രദ്ധിച്ചു കേട്ടോണേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 8,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ 6 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കണം? രൂപയാണ്, മൊത്തം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് 8,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ, ഇപ്പൊ ചിന്തിക്കുക, ഇവിടെ നമ്മൾ പ്രിൻസിപ്പൾ ആയിട്ട് എടുക്കേണ്ട എന്തായിരിക്കണം? 8,000 ആയിരിക്കണം. മനസ്സിലാവാൻ മാത്രമാണ് എടുത്ത് എഴുതുന്നത്. അടുത്ത ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കണം? അത് 10% ആയിരിക്കണം. ഓക്കെ, ഇവിടുത്തെ ടൈം എത്രയാണ് എടുത്തിരിക്കുന്നത്? 6 years ആണ് അല്ലേ? 6 വർഷമാണ്. എന്താ കണ്ടെത്താനുള്ള? 6 വർഷം കഴിഞ്ഞ് അടയ്ക്കേണ്ട തുകയാണ് കണ്ടെത്താൻ, മൊത്തം പൈസയാണ് കണ്ടെത്താൻ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇതിന്റെ പലിശ കണ്ടെത്താം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് ഒന്നുകിൽ ഇക്വേഷൻ വെച്ച് PRT/100 വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പം 10% കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക, 8,000-ന്റെ എത്രയാണ്? 8,000 അല്ലേ? 8,000-ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് ഒരു സ്ഥാനം മാറ്റി കുത്തുകൊടുത്താൽ പോരെ? എത്രയായിരിക്കും? 800 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു വർഷം 800. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം? ഒരു വർഷം 800. അങ്ങനെ എത്ര വർഷമുണ്ട്? മൊത്തം 6 വർഷമുണ്ട് അല്ലേ? എത്ര വർഷമാണ്?
6 വർഷം. അപ്പൊ 800നെ 6 കൊണ്ട് ഗുണിക്കുക. 8 48, 2 0 കൂടെ കൊടുക്കുമ്പോൾ 4800 റുപ്പീസ് എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് 4800 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇക്വേഷൻ വെച്ച് ചെയ്താലും ഇത് തന്നെ ഉറപ്പായിട്ടും കിട്ടും. ചോദിച്ചിരിക്കുന്ന ഇതാണ് അല്ല, ലോൺ എടുത്താൽ 6 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ചോദിച്ചാണ്. തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ പലിശ മാത്രം അടയ്ക്കുന്ന? ഒരിക്കലും അല്ല. അവിടെ എന്തും കൂടെ അടയ്ക്കും, നമ്മൾ എടുത്ത പൈസയായ പ്രിൻസിപ്പളും കൂടെ തിരിച്ചടയ്ക്കും അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ എമൗണ്ട് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? പ്രിൻസിപ്പിളായ 8000ഉം അതുപോലെ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയ 4800ഉം കൂടെ കൂട്ടണം. അതായത് ആൻസർ എത്രയായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ 12800 ആണ്. എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 12800 ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? ഒന്നുകൂടെ പറയട്ടെ, കുറച്ച് പേരെങ്കിലും മനസ്സിലാവാത്ത ആൾക്കാർ കാണും, അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളേ. 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ 6 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദ്യം. പ്രിൻസിപ്പൽ എത്രയാണ്? 8000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. ടൈം എത്രയാണ്? 6 years ആണ്. ഓക്കെ, 8000ന്റെ 10% ഇക്വേഷൻ ഉപയോഗിക്കുക ചെയ്യുന്നേ ഉള്ളേ. 8000ന്റെ 10% എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുക്കുക, 800 എന്ന് കിട്ടും. 800 എത്ര വർഷമുണ്ട്? 6 വർഷമുണ്ട്. അപ്പൊ 800 വെച്ചിട്ട് 6 വർഷം കിട്ടും. 800 × 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800 റുപ്പീസ് ആണ് ഇവിടുത്തെ മൊത്തം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് 4800 എന്ന് കിട്ടി. എന്നാൽ ചോദ്യം എന്താ? 6 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കണം? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും ഈ ഇൻട്രസ്റ്റും പലിശയും അടയ്ക്കണം, ഒപ്പം എന്താണ് ആദ്യം എടുത്ത മുതലും കൂടെ അടയ്ക്കണം അല്ലേ. അതായത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കാണ് അടയ്ക്കേണ്ട മൊത്തം എമൗണ്ട് കിട്ടുന്നത്. 8000ഉം 4800 കൂട്ടണം, 12800 എന്ന് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ പറയുന്നതിന് മുന്നേ എല്ലാവരും ആൻസർ പറഞ്ഞായിരുന്നോ? അപ്പൊ എല്ലാവർക്കും കിട്ടിയോ? ഒന്നുകൂടെ പറയണോ? ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ 6 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദ്യം അല്ലേ. മനസ്സിലാക്കുക, ഇവിടെ പ്രിൻസിപ്പൾ 8000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. ടി എന്ന് പറയുന്ന 6 years ആണ്. ടൈം എന്ന് പറയുന്ന 6 years ആണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ വേണമെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ഇക്വേഷൻ എടുക്കാതെ പറഞ്ഞതേ ഉള്ളൂ. ഇക്വേഷൻ എടുക്കാതെ എങ്ങനെ ചെയ്യാം? 8000ന്റെ 10% കണ്ടെത്തിയാൽ മതി. 8000ന്റെ 10% കണ്ടെത്താൻ എളുപ്പമാണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ 10% എത്രയാണ്? 800 രൂപ. അപ്പൊ ഒരു വർഷം കിട്ടുന്ന പലിശ എത്രയാ? 800 രൂപ. അങ്ങനെ എത്ര വർഷമുണ്ട്? 6 വർഷം. അപ്പൊ 6 വർഷത്തെ 800 രൂപ വെച്ച് കണ്ടെത്തുമ്പം 4800 റുപ്പീസ് എന്ന് കിട്ടും. ഈ 4800 രൂപ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? ഇവിടെ പറയുന്നത് എന്താ? തിരിച്ചടയ്ക്കുന്ന മൊത്തം തുകയാണല്ലേ. 6 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പലിശയും അടയ്ക്കും, ഒപ്പം മുതലും അടയ്ക്കും അല്ലേ. അപ്പൊ രണ്ടും കൂടെ ചേരുന്നതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. 8000ഉം 4800ഉം കൂട്ടുക 12800 എന്ന് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പറയണോ? ക്ലിയർ ആണോ? പക്കയാണോ? അടുത്തതിലോട്ട് പോവാമോ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരാൾ 8% സാധാരണ പലിശ നൽകുന്ന ഒരു ബാങ്കിൽ നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. വർഷാവസാനം 208 രൂപ പലിശ ഇനത്തിൽ ലഭിച്ചു. നിക്ഷേപിച്ച തുക എത്ര? ഇക്വേഷൻ വെച്ച് ചെയ്യാമേ. അതായത് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് എടുത്തെഴുതാം. 8% സാധാരണ പലിശ. അപ്പൊ സാധാരണ പലിശയാണ്. ശതമാനം എത്രയാ? 8%. അപ്പൊ 6 എന്ന് പറയുന്നത് എത്രയാണ്? 8%. ഓക്കെ, നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. തുക എത്രയെന്നുണ്ടാ? ഇല്ല, അവിടെ നിൽക്കട്ടെ. വർഷാവസാനം, അപ്പൊ ഒറ്റ വർഷത്തെ കേസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളേ. അപ്പൊ ഇവിടെ വർഷം എത്രയാണ്? ടൈം 1 എന്ന് വേണം എടുക്കാൻ കേട്ടോ. 1 year ആണ്. കാരണം വർഷാവസാനം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വർഷം എന്ന് പറഞ്ഞിരിക്കും. വർഷാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കണം 1 year, ഒറ്റ ഇയർ മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഒരു വർഷത്തെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടി? 208 രൂപ കിട്ടി. അതായത് ഇവിടെ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 208 എന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ കണ്ടെത്താനുള്ളത്? നിക്ഷേപിച്ച തുക എത്ര? അതായത് നിക്ഷേപിച്ച തുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണല്ലേ. അതാണ് പ്രിൻസിപ്പൽ, അതാണ് കണ്ടെത്താൻ. ഓക്കെ, ഇക്വേഷൻ വെച്ച് ചെയ്യാം. എങ്ങനെ ചെയ്യാം? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? PRT by
100 ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇതിനകത്തും കൊടുത്താൽ മതി. ഇതിനകത്ത് ഉള്ള സാധനങ്ങൾ കൊടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 208 ആണ്. ഇസ് ഈക്വൽ ടു പി ആണ് കണ്ടെത്താൻ. പി എന്ന് തന്നെ കൊടുക്കുക. ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? 100 ആണ്. ഓക്കെ അല്ലേ? ഇവിടെ വെച്ച് ചെയ്യുന്നതിന് മുന്നേ എല്ലാം അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും നേരെ എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അതായത് പി ആണ് വേണ്ടത്. പി ഒറ്റയ്ക്കാക്കണം. അപ്പൊ പി ഇവിടെ ഒറ്റയ്ക്കാകുമ്പോൾ അപ്പുറത്ത് 208 ഉണ്ട്. ഈ കിടക്കുന്ന 100 ഇവിടെ ഡിവിഷൻ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 8 × 1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 8 ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തേക്കുന്നത്. അപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി 8ഉം 208ഉം വെട്ടാൻ പറ്റുന്നതല്ലേ? ഇവിടെ 1 വരും. 20നകത്ത് എങ്ങനെയാണ് വരുന്നത്? 20നകത്ത് 1 2 16 വരും അല്ലേ? 2 16 എന്നിട്ട് ബാക്കി ഒരു 4 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? 48 അല്ലേ? അപ്പൊ എങ്ങനെ കിട്ടും? 6 48 എത്രയെന്ന് കിട്ടും? 26 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 8 കൊണ്ട് 208നെ വെട്ടുമ്പോ 26 എന്നായി. ഇനി 26 100 ഗുണിച്ചാൽ മതി. ആൻസർ എത്രയെന്ന് കിട്ടും? 2600 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 2600 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ആൻസർ എന്ന് പറഞ്ഞാൽ 2600 ആണെന്ന് ചിന്തിക്കണം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം കിട്ടിയോ? വേറൊന്നുമില്ല. ഇതിൽ മാറ്റിയും തിരിച്ചൊക്കെ ഇതേപോലെ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ പി ആയിരിക്കും ഇല്ലാത്ത, ചിലപ്പോൾ ആർ ആയിരിക്കും ഇല്ലാത്ത, ചിലപ്പോൾ ടി ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ കാണും, ഒരെണ്ണമേ ഇല്ലാതെ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഇതേപോലെ മാറ്റിയും തിരിച്ചും വേണം ആൻസർ എടുക്കാൻ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട് 208 ആണ്. ഇസ് ഈക്വൽ ടു പി ആണ് കണ്ടെത്താൻ. ഇൻറ്റു ആർ ഉണ്ട് 8 ആണ്. ഇൻറ്റു ടി എന്ന് പറയുന്ന 1 ആണ്. ഡിവൈഡഡ് ബൈ 100 ആണ്. ഇത് അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോയി എടുക്കുമ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 2600 എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോവാമോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേട്ടോളണം. 36,000 രൂപയ്ക്ക് 12.1/2% പലിശ നിരക്കിൽ 8 മാസത്തേക്ക് സാധാരണ പലിശ എന്ത് ലഭിക്കും? ഓക്കെ, എന്താണ് പറയുന്ന? 36,000 രൂപയ്ക്ക് 12.1/2% പലിശ നിരക്കിൽ 8 മാസത്തേക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ്? 8 മാസത്തേക്ക്. അപ്പൊ ആദ്യം ഞാൻ തന്നിരിക്കുന്നത് മനസ്സിലാവാണെന്ന് എടുത്തെഴുതാം. പി ഉണ്ട് എത്രയാണ്? 36,000. എത്രയാണ്? 36,000. അടുത്തെന്താണ്? ആറുണ്ട് എത്രയാണ്? 12.1/2%. ഓക്കെ, അടുത്ത പലിശ നിരക്കായേ. അടുത്തെന്താണ്? 8 മാസത്തേക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ ടൈം എങ്ങനെയാണ്? 8 മന്ത് ആണ് അല്ലേ? 8 മന്ത്സ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എന്തിലോട്ട് മാറ്റണം? ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിലോട്ട് മാറ്റണം, ഇയറിലോട്ട് മാറ്റണം. നമുക്കറിയാം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പൊ 8 മന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാൻ പറ്റും? 8 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/12 എന്ന് എടുത്തൂടെ? ഓക്കെ, എങ്ങനെ എടുക്കാം? 8/12 എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? ഈ 8/12 ഇതുപോലെ എടുക്കാവൂ, അല്ലാതെ ചെയ്തെന്ന് വെക്കരുത്. വർഷത്തിലാക്കിയേ മാറ്റിയേ ചെയ്യാവൂ. ഇത് വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് 2 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 4 ആണ്, ഇവിടെ എത്രയാണ്? 6 ആണ്. വീണ്ടും വെട്ടുമ്പം ഇവിടെ 2 ആണ്, ഇവിടെ എത്രയാണ്? 3 ആണ്. അതായത് എത്രയെന്ന് വരും? 2/3 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ കണ്ടെത്താനുള്ളത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി ഇക്വേഷനിലും കൊടുത്താൽ മതി. ഇവിടെ എന്താ ഒരു കാര്യം കൂടെ മാറ്റണം. 12.1/2 അങ്ങ് മാറ്റി വെക്കണം കേട്ടോ. മിക്സറിനെ മാറ്റാൻ അറിയാമല്ലോ. 12ഉം 2ഉം കൂടെ ഗുണിക്കണം. വേണമെങ്കിൽ എഴുതി തരാം. 12ഉം 2ഉം കൂടി ഗുണിച്ചിട്ട് 1 കൂട്ടുക. എന്നിട്ട് താഴത്തെ 2 അതേപോലെ അങ്ങ് എടുക്കണം. 12 2 24. 24 + 1 എന്ന് പറഞ്ഞാൽ 25 ആണ്. അതായത് 25/2% വരുന്നത്. ചെയ്യാൻ എളുപ്പത്തിലാണ് ഇങ്ങനെ മാറ്റിയതേ. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ കൊടുത്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന 36,000 ആണ്. ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്ന 25/2 ആണ്. ഇൻറ്റു അടുത്ത ടി എന്ന് പറയുന്ന എത്രയാണ്? 2/3 ആണ്. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 100 എന്ന് വരും. ഈ 2 0യും വെട്ടിക്കളയാം. ക്ലിയർ അല്ലേ? ഈ പറയുന്ന 3ഉം 36ഉം അങ്ങ് വെട്ടാം. എത്രയെന്ന് കിട്ടും? 12 പിന്നെ ഒരു 0 കൂടെ കൊടുക്കണം കേട്ടോ, 120. ഓക്കെ, ഈ 2ഉം അങ്ങ് വെട്ടിക്കളയാം. ബാക്കി ആരാണ്? 25 × 120 ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും. എന്താണ്? 25 × 120 ചെയ്യുമ്പം ആൻസർ ആയി. 25 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 25 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ?
250 ആയിരിക്കും അല്ലേ. 25 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 250 ആയിരിക്കും. സോറി, 250 അല്ല, 2500 ആയിരിക്കും. അതായത് 12 ഇൻറ്റു 25 ആണെന്ന് വരുന്നത്. നമുക്ക് 25 സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 12 ഇൻറ്റു 25 ആണെന്നുണ്ടെങ്കിൽ എത്രയെന്ന് കിട്ടും? 10 ഇൻറ്റു 25 ആണെങ്കിൽ 250 എന്ന് കിട്ടും. 10 ഇൻറ്റു 25 250 ആണ്. പിന്നെന്താണ്, ഒരു 50 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 12 ഇൻറ്റു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു 0 കൂടെ കിടക്കുന്നതുകൊണ്ട് അതും കൂടെ കയറ്റി കൊടുക്കുമ്പോഴത്തേക്ക് 3000 എന്ന് കിട്ടും. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 3000 ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3000 ആയിരിക്കും. ക്ലിയർ അല്ലേ? 3000 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ചു കേട്ടോളണം. 36,000 ആണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12.1/2%. അതിനൊന്ന് മാറ്റുമ്പോൾ 25/2% എന്ന് കിട്ടും. ടി എന്ന് പറയുന്ന 8 മാസമാണ്, അതിന് ഇയറിലോട്ട് മാറണം. അപ്പൊ 8/12 എന്ന് വരും, 4/6 എന്ന് വരും, അതായത് 2/3 ഇയേഴ്സ് എന്ന് വരും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വെട്ടിയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ സിമ്പിൾ കാര്യം വെട്ടി ചെയ്യുമ്പോഴത്തേക്ക് 3000 ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റും കിട്ടും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളണം, മാസം വന്നു കഴിഞ്ഞാൽ അതിനെ ഇയറിലോട്ട് മാറ്റിയേ ചെയ്യാവൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും കിട്ടിയോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമോ? ഓക്കെ മക്കളെ, ഇതുവരെ പറഞ്ഞ കാര്യം പക്കയാണല്ലോ. ഒന്നുകൂടെ പറയണോ ഇപ്പൊ പറഞ്ഞ കാര്യം? ശ്രദ്ധിച്ചു കേട്ടോളണേ. അതായത് 36,000 രൂപയ്ക്ക് 12.1/2% പലിശ നിരക്കിൽ 8 മാസത്തേക്ക് സാധാരണ പലിശ എന്ത് ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 36,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.1/2% ആണ്. അതിനെ മാറ്റുമ്പോൾ എങ്ങനെ വരും? 12 രണ്ടുകൂടെ ഗുണിച്ചിട്ട് 1 കൊണ്ട് കൂട്ടണം, അതായത് 25/2 എന്ന് വരും. 25/2% ആണെന്ന് മനസ്സിലാക്കാം. ടി എന്ന് പറയുന്ന 8 മാസമാണ്. ഇതിനെ ഇയറിലോട്ട് മാറ്റാനായിട്ട് മൊത്തം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പൊ 8/12 എന്ന് എടുക്കുക. ഓക്കെ, അത് വെട്ടിയെടുക്കുമ്പോൾ 2/3 ഇയേഴ്സ് എന്ന് കിട്ടും. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് PRT/100 പി എന്ന് പറയുന്നത് 36,000 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 25/2 ഇൻറ്റു ടി എന്ന് പറയുന്നത് 2/3 ഡിവൈഡഡ് ബൈ 100. ഇത് വെട്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 3000 എന്നാണ് ആൻസർ കിട്ടുന്നത്. ബാക്കി എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് 3000 എന്ന് കിട്ടുന്നത്. 100 അവസാനം വെട്ടിയെടുക്കുമ്പോൾ 120 ഇൻറ്റു 25 വരും. 120 ഇൻറ്റു 25 ചെയ്യുമ്പോഴത്തേക്ക് 3000 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അടുത്തയിലോട്ട് പോവാമോ? അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മക്കളെ കേട്ടോളണം. 50,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 1.5 വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണുക. എങ്ങനെയാണ്? 50,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 1.5 വർഷത്തേക്കുള്ള സാധാരണ പലിശ കാണുക. ഓക്കെ, 50,000 രൂപയാണല്ലോ. അപ്പൊ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50,000. ക്ലിയർ അല്ലേ? അടുത്ത ആർ എന്ന് പറയുന്നത് എത്രയാണ്? 5%. അടുത്ത എത്ര വർഷമാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ടി എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ഒന്നുകിൽ 1.5 ഇയേഴ്സ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1 and 1/2 ഇയേഴ്സ് എന്ന് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എളുപ്പത്തിൽ ഏതാണ്? രണ്ടും കറക്റ്റ് ആണ്. 1.5 ഇയേഴ്സ് എന്നോ അല്ലെങ്കിൽ 1 and 1/2 ഇയേഴ്സ് എന്ന് എടുത്ത് ചെയ്താലും മതി. എങ്ങനെ വേണോ ചെയ്യാം. സാധാരണ പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1.5 എടുത്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് SI സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRT/100 ആണ്. ഓക്കെ, അതായത് പി എന്ന് പറയുന്ന 50,000 ഇൻറ്റു ആർ എന്ന് പറയുന്ന 5 ആണ്, ഇൻറ്റു ടി എന്ന് പറയുന്ന 1.5 ആണ്, ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 100 എന്ന് വരും. ഓക്കെ, ഈ രണ്ട് സീറോസും അങ്ങ് വെട്ടാം. ബാക്കി ആരാണ്? ഈ പറയുന്ന 500ഉം പിന്നെന്താണ്? ഒരു 5 മൾട്ടിപ്ലൈ ആണ് അല്ലേ. 5 5 25 ആണല്ലേ. 5 5 25, പിന്നെ 2 0 കൂടെ കൊടുക്കണം, 2500 എന്ന് വരും. അതിൻ്റെ കൂടെ ഒരു 1.5 കൂടെ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? പോയിന്റ് മാറ്റി അങ്ങ് ചെയ്താൽ മതി. 25 ഇൻറ്റു 15 ചെയ്ത് നോക്കുക. ഓക്കെ, 25 ഇൻറ്റു 15 ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. 5 5 25 5, ശിഷ്ടം 2, 5 2 10 12. ഓക്കെ, 1 5 5, 1 2 2. ഓക്കെ, 5 7, പിന്നെ എത്രയാണ്? 3, 375 എന്ന് വരും. ഈ 375 എഴുതിയിട്ട് ഇതാണ് ആൻസർ. ഒരിക്കലും അല്ല. എത്ര സീറോ എടുക്കണം? 2 സീറോ എടുക്കണം അല്ലേ. കഴിഞ്ഞ ഇല്ല, എന്നിട്ടൊരു പോയിന്റ് മാറ്റിയും കൂടെ കൊടുക്കണം. അതായത് 3750 എന്ന് ആൻസർ വരും. പോയിന്റ് സീറോ എടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്ന 3750 ആണ്. ആൻസർ എന്ന് പറയുന്നത് 3750 ആണ്.
പറഞ്ഞ കാര്യം കിട്ടിയോ? വേറൊന്നുമില്ല, ഇവിടെ ഇയർ എടുക്കുന്ന കാര്യം മാത്രം 1.5 ആയതുകൊണ്ട് 1.5 ഇയർ എന്നോ അല്ലെങ്കിൽ 1/2 ഇയർ എന്നോ എടുക്കാം. നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എടുത്ത് ചെയ്യാം. ഞാൻ 1.5 വെച്ച് അങ്ങ് ചെയ്തേ ഉള്ളൂ. ബാക്കി കാൽക്കുലേഷൻ ഒക്കെ എന്താണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 3750 ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? എല്ലാവർക്കും പക്കയാണോ? അടുത്തതിലോട്ട് പോവാമോ? 3760 ഒക്കെ ആരോ പറഞ്ഞിട്ടുണ്ട്. 3760 അല്ല, 3750 ആണേ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ശ്രദ്ധിച്ചു കേട്ടോളണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 146 ദിവസത്തെ സാധാരണ പലിശ കാണുക. ഇവിടുത്തെ വ്യത്യാസം ദിവസം വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പി ഉണ്ട്, എത്രയാണ്? 50,000 ആണ്. ഓക്കെ, അടുത്ത ആർ ഉണ്ട്, എത്രയാണ്? 10% ഇനി ടി എന്ന് പറയുന്നത് എത്രയാണ്? 146 ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെയാണ്. ഡേയ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തേ എഴുതാവൂ? ഉറപ്പായിട്ടും എങ്ങോട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം? ഇയറിലോട്ട് മാറ്റിയിരിക്കണം. നമുക്കറിയാം ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 365 ആണ്. അതായത് എങ്ങനെ എടുക്കാൻ പറ്റും? 146/365 എടുക്കുക. എങ്ങനെയാണ്? 146/365 എന്ന് എടുക്കണം. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതങ്ങ് കൊടുത്ത് ചെയ്താൽ മതി. എന്താ കണ്ടെത്താനുള്ളത്? സാധാരണ പലിശ SI ആണ് കണ്ടെത്താൻ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് പി എന്ന് പറയുന്ന 50,000 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 6 10 കൊണ്ട് ഗുണിക്കുക. അതിനെ ടി ആയ 146/365 കൊണ്ട് ഗുണിക്കണം. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 100 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ ഒരു സീറോയും അങ്ങ് വെട്ടിക്കളയാം. താഴെ ഇനി ഒന്നുമില്ല. ബാക്കിയുള്ളവരെ തമ്മിൽ ചെയ്യണം അല്ലേ? ബാക്കിയുള്ളവരെ തമ്മിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 146 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 365 ഉണ്ട് അല്ലേ? ഈ പറയുന്ന 10ഉം 365 വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ടങ്ങ് വെട്ടാം, 5 കൊണ്ടങ്ങ് വെട്ടാം അല്ലേ? 5 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് 2 5 10. ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് 7 5 35. പിന്നെ എങ്ങനെയാണ്? ഈ പറയുന്ന 7 5 35 പിന്നെ ഒരു 15 വരും അല്ലേ? അതായത് 3 5 15 73 എന്ന് വരുവേ വെട്ടുന്ന സമയത്ത്. ഈ 73ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്ന 146 എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അത് 5 2 10, 10 2 എത്രയെന്ന് വരും? 20 എന്ന് വരും അല്ലേ? ആ 20ന്റെ കൂട്ടത്തിൽ എന്തും കൂടെ കൊടുക്കണം? 2 സീറോയും കൂടെ കൊടുക്കണം. അപ്പൊ എത്രയെന്ന് കിട്ടും? 2000 രൂപയെന്ന് ആൻസർ കിട്ടും. എത്രയാണ്? 2000 രൂപ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2000 രൂപയാണ്. എത്രയാണ്? 2000 രൂപ. ഒരു കാര്യം മനസ്സിലാക്കണം, മാസം വന്നാലും ദിവസം വന്നാലും ഏത് വന്നാലും ടൈം എടുക്കുമ്പം ഇയർലി എടുക്കാവൂ. അപ്പൊ ഇയറിലോട്ട് മാറ്റി ഫ്രാക്ഷൻ പോലെ എടുത്തിട്ടേ ചെയ്യാവൂ, അല്ലാതെ ചെയ്താൽ പൊട്ട തെറ്റാണ്. ഓക്കെ, അതാണ് ഇവിടെ മനസ്സിലാക്കാൻ. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം കിട്ടിയോ? ബാക്കി കാൽക്കുലേഷൻ ഒക്കെ എന്താണ് നമ്മൾ ചെയ്യുന്ന? ബാക്കി നമ്മൾ പണ്ട് പോലെ പഠിക്കുന്ന ആ രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാമെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എടുക്കുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാമോ? അടുത്തത് പറയട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? ഇവിടെ പലിശ നിരക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പകരം ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 1 രൂപയ്ക്ക് 1 മാസം എങ്ങനെയാണ്? 1 പൈസ പലിശ നിരക്ക്. അതായത് മനസ്സിലാക്കുക, ഈ 1 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസമാണ് അല്ലേ? നമ്മൾ എപ്പോഴും പലിശ നിരക്ക് പറയുന്ന 12 മാസം, അതായത് 1 വർഷം വെച്ചായിരിക്കും അല്ലെ? 12 മാസം വെച്ചായിരിക്കും പറയുന്നത്. അപ്പൊ 1 മാസം 1 പൈസയാണ് എന്നുണ്ടെങ്കിൽ 12 മാസം ആകുമ്പോൾ എന്തായിട്ട് മാറും? 12 പൈസയായിട്ട് മാറും. നിങ്ങൾ അങ്ങനെ ഒന്നും നോക്കാൻ പോണ്ട മക്കളെ. 1 പൈസയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 1 പൈസയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചോ. 1 പൈസയാണെങ്കിൽ ഉറപ്പായിട്ടും 1 മാസം 1 പൈസ വെച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 12% ആയിരിക്കും. ഇനി 1 മാസം 2 പൈസ വെച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 24% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 മാസം 3 പൈസ വെച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 36% ആയിരിക്കും. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇത് വേണം മനസ്സിലാക്കാൻ.
ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പൈസ വെച്ചാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യമേ എടുത്തങ്ങ് എഴുതാം. എത്രയാണ്? 12% മനസ്സിലാക്കണം. ഇനി എത്ര രൂപയാ? പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,000 ആണ്. ഓക്കെ, എത്ര വർഷത്തേക്കാ? ടി എന്ന് പറയുന്ന 2 ആണ്. സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടെത്താൻ. സിമ്പിളായിട്ട് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? 50,000 ഇൻറ്റു 12 ഇൻറ്റു 2/100. 2 സീറോസും വെട്ടണം. ഓക്കെ, ബാക്കി എന്താണ്? 12 5 60 വരും. ആ 60 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ആണ്. എന്നിട്ട് ഈ 2 സീറോയും കൂടെ കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എത്രയെന്ന് കിട്ടും? 12,000 എന്ന് ആൻസർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. എത്രയെന്ന് കിട്ടും? 12,000 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? 12,000 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്ന 12,000 ആണേ. 12,000 മനസ്സിലാക്കേണ്ട കാര്യം കിട്ടിയല്ലോ. ഒരു പൈസയാണ് എന്നുണ്ടെങ്കിൽ എത്ര വരും? ഒരു മാസം ഒരു പൈസ വെച്ചാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%, 2 പൈസയാണെങ്കിൽ 24, 3 പൈസയാണെങ്കിൽ 36, അങ്ങനെ 12 കൂട്ടി പോയാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായി? ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. അടുത്തതിലോട്ട് പോവാമോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. അടുത്തതിലോട്ട് പോവാലോ നമുക്ക്. അടുത്തതിലോട്ട് പോവാലോ. ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളണേ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ 15% നിരക്കിൽ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 4,500 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ എത്ര കാലം കൊണ്ട് പലിശ ഇനത്തിൽ 1,500 രൂപ കിട്ടും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വർഷമാണ് ചോദിക്കുന്നത് അല്ലേ? അതായത് 6 ഉണ്ട്. എന്തുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ആദ്യമേ തന്നിട്ടുണ്ട്. എത്രയാണ്? 15%. ഓക്കെ, ഒരു ബാങ്കിൽ എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത്? പി പ്രിൻസിപ്പൾ എത്രയാണ്? 4,500 രൂപ. ഓക്കെ, എങ്കിൽ എത്ര കാലം കൊണ്ട് എന്ന് വെച്ചാൽ ടി ആണ് കണ്ടെത്താനുള്ളത്. ഓക്കെ, പലിശ ഇനത്തിൽ 1,500 രൂപ കിട്ടും. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1,500. സിമ്പിൾ അല്ലേ? കണ്ടെത്താൻ പറ്റുമല്ലോ. നമ്മുടെ ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1,500 = എങ്ങനെ വരും? പി എന്ന് പറയുന്ന 4,500 ഇൻറ്റു ആർ എന്ന് പറയുന്ന 15 ഇൻറ്റു ടി ആണ് കണ്ടെത്താൻ. അത് ടി എന്നതിനെ കൊടുത്തു /100. ഓക്കെ, ഈ പറയുന്ന എല്ലാ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ടി ഒറ്റയ്ക്കായിട്ട് മാറും. എങ്ങനെയായിട്ട് മാറും? അപ്പുറത്ത് 1,500 ഉണ്ട്. അതിൻ്റെ കൂടെ 100 വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. 4,500 വന്ന് ഡിവൈഡ് ചെയ്യും. ഇൻറ്റു 15 വന്ന് ഡിവൈഡ് ചെയ്യും. ഈ 15 വെട്ടിക്കഴിഞ്ഞാൽ 1 ആയി. 2 0 കൊടുക്കുമ്പോൾ 100 ആയി. ഈ 2 സീറോയും ഈ 2 സീറോയും വെട്ടാം. എത്രയെന്ന് കിട്ടും? 100/45 എന്ന് വരും. എത്രയെന്ന് വരും? 100/45 എന്ന് വരും. ഇത് വീണ്ടും നമുക്ക് വെട്ടിക്കൂടെ? 5 വെച്ച് വെട്ടുമ്പം ഇവിടെ 20 വരും. ഇവിടെ എത്ര വരും? 9 5 45. 20/9 അല്ലേ? ഇങ്ങനെ പറയരുത്. 20/9 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര കിട്ടും? ഇവിടെ വരുന്ന 2 9 18 എന്ന് വരും അല്ലേ? ബാക്കി എത്ര വന്നു? 2 വന്നു. അതായത് എങ്ങനെ പറയണം? 2/9 ഇയേഴ്സ് എന്ന് വേണം പറയാൻ. എത്രയാണ്? 2/9 ഇയേഴ്സ് എന്ന് വേണം പറയാൻ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് 2/9 ഇയേഴ്സ് ആണെന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. പറഞ്ഞ കാര്യം കിട്ടിയോ? അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരാൾ 15% നിരക്കിൽ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 4,500 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ എത്ര കാലം കൊണ്ട് പലിശ ഇനത്തിൽ 1,500 രൂപ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടി ആണ് കണ്ടെത്താൻ. സാധാ ഇക്വേഷൻ വെച്ചങ്ങ് ചെയ്താൽ മതി. ടി കണ്ടെത്തണം. ബാക്കിയുള്ള സാധനം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് 2/9. ഇവിടെ 20/9 ഒന്നും എഴുതരുത്. അതിനൊന്ന് മിക്സർ ആക്കി പറയാവൂ. കൂടുതൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. ആ മിക്സർ ആക്കി ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഡിവൈഡ് എടുക്കുമ്പോഴത്തേക്ക് 2/9 ഇതൊക്കെ എഴുതാൻ അറിയാലോ. 20യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 18. ബാക്കി പോയിന്റ് ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ കിട്ടിയ ആൻസർ ആയി 2 എടുത്ത് എഴുതണം. റിമൈൻഡർ ആയി കിട്ടിയ 2 എടുത്ത് മുകളിൽ എഴുതുക. ഡിവൈഡഡ് ബൈ എന്നോട് ഡിവൈഡ് ചെയ്ത് 9 കൊണ്ടാണ് 9 എടുത്ത് താഴെ എഴുതുക. 2/9 ഇയേഴ്സ് എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? പക്കയാണോ? അടുത്തതിലോട്ട് പോവാമോ? 2/9 എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 2/9 എല്ലാവർക്കും ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാമേ. ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. 2,000 രൂപ 12.5% പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് 4,000 രൂപയാകും? എങ്ങനെയാണ്?
2000 രൂപ 12.5% പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് 4000 രൂപയാകും? ഇവിടെ മക്കളെ മനസ്സിലാക്കണം, 2000 രൂപയാണ് തന്നിരിക്കുന്നത് അല്ലേ, ഇതെന്തായിട്ട് മാറണം? 4000 രൂപ. അതായത് ചിന്തിച്ചു നോക്കിയേ, 2000 4000 ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ശരിക്കും ഒരു ഉദ്ദേശിക്കുന്ന? ഇതെന്തായിട്ട് മാറണം? ഇരട്ടിയായിട്ട് മാറണം. എന്തായിട്ട് മാറണം? ഇരട്ടിയായിട്ട് മാറണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാതെ വന്നതേ ഉള്ളേ, ഇനി അങ്ങോട്ട് അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ടാണ് ഈ പറയുന്ന 12.5% പലിശ നിരക്കില് ഈ 2000 രൂപ എന്തായിട്ട് മാറുന്നത്? 4000 രൂപയായിട്ട് മാറുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇരട്ടിയായിട്ട് മാറുന്നതാണ് ചോദിക്കുന്നത്. എന്താണ്? ഇരട്ടിയായിട്ട് മാറുന്നതാണ് ചോദിക്കുന്നത്. മക്കളെ, ഇതിന് ഒരു എളുപ്പമാർഗമുണ്ട്, ഞാനൊന്ന് പറഞ്ഞുതരാം. എളുപ്പമാണ്, സിമ്പിൾ ആണേ. അതായത് ഈ ഇരട്ടിയായിട്ട്, ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇരട്ടിയുടെ കേസാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെ പറയും? ഒന്ന്, ഇരട്ടിയായിട്ടാണ് മാറുന്ന കേസ് പറയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വർഷം കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ടി ആയതുകൊണ്ട് 2 വരാനുള്ള, എന്നാൽ 2 ഒന്ന് കുറയ്ക്കണം, 1 0 0, അതായത് 100/6 എന്നെടുക്കുക. 6 എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ 2000 4000 നമുക്ക് വേണ്ട. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത പറയുന്നത് ഏതായിരിക്കും? 3 ഇരട്ടി എന്നായിരിക്കും. 3 ഇരട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പൊ എങ്ങനെയാണ് വരുന്നത്? 3 ഇരട്ടി ആകുമ്പോൾ 3 വരാനുള്ളത് അല്ലേ? അല്ല, 1 കുറയണം, 200. 200/6 സിമ്പിൾ അല്ലേ പഠിക്കാൻ? അടുത്ത 4 ഇരട്ടി ആണെങ്കിലാ 4 ഇരട്ടി ഇങ്ങനെ വരും. 4 വരാനുള്ള, 4 അല്ല 300. 300/6. അടുത്ത എങ്ങനെയാണ്? 5 ഇരട്ടിയാണല്ലേ? എങ്ങനെയാണ്? 5 ഇരട്ടി. അത് വരുമ്പോ എങ്ങനെ വരും? 400/6. എങ്ങനെയാണ്? 400/6. ക്ലിയർ അല്ലേ? അപ്പൊ 100/6, 200/6, 300/6, 400/6, ഇങ്ങനെ പോകും. എത്ര എണ്ണം വന്നാലും ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മുകളിൽ വരുന്ന സാധനം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇവിടെ കിട്ടുന്ന പലിശയായിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ മുകളിൽ കൊടുക്കുന്ന 100, 200, 300, 400 എന്ന് വരുന്നില്ലേ, ഇത് ഇവിടുത്തെ പലിശയാണ് ഉദ്ദേശിക്കുന്ന കാര്യം നോട്ട് ചെയ്ത് വെച്ചോളണേ. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം, പഠിച്ചു വെച്ചോളണം. ഇരട്ടിയാണെന്നുണ്ടെങ്കിൽ 100/6, ഇരട്ടിയാവുമ്പോൾ 1 കുറയ്ക്കണം 100. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇരട്ടി 2 വരെടുത്ത് 1 വന്നുള്ളൂ. 3 ഇരട്ടിയാകുമ്പോൾ 3 വരെടുത്ത് 2, 4 ഇരട്ടി 4 വരെടുത്ത് 3, അടുത്ത 5 ഇരട്ടിയാകുമ്പോൾ 5 വരെടുത്ത് 4, 10 ഇരട്ടിയാകുമ്പോഴത്തേക്ക് 900 എന്നേ എടുക്കാവൂ. ഇത്രയേ ഉള്ളൂ. വർഷം കണ്ടെത്താൻ പറഞ്ഞ എല്ലായിടത്തും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏതാണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഈ മുകളിൽ വരുന്ന ഈ 100, 200, 300, 400 പോകുന്ന പലിശയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇത് സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. ഇവിടെ എത്ര വർഷം കൊണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്ന? വർഷം കണ്ടെത്താനാണ് നമ്മൾ ഈ എളുപ്പമാർഗം പറഞ്ഞല്ലേ. ഇതെല്ലാം എന്ത് കണ്ടെത്താനാ? വർഷം കണ്ടെത്താനുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഇരട്ടി എന്നല്ലേ ഇവിടെ വരുന്നത്. ഇവിടെ ഇരട്ടി ആയതുകൊണ്ട് ഈ വർഷം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 100നെ 6 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 100നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 12.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പോയിന്റ് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലത്തെ പോയിന്റ് മാറ്റി എഴുതി, താഴത്തെ പോയിന്റ് മാറ്റി 125 എഴുതി, താഴെ ഒരു സ്ഥാനം മാറ്റി, മുകളിൽ സ്ഥാനമൊന്നുമില്ല. അപ്പൊ മുകളിൽ വേണം ഗുണിക്കാനായിട്ട്. ആരെ കൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട് ഗുണിക്കണം. ഒരു സ്ഥാനമായതുകൊണ്ട് എന്താണ്? 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എങ്ങനെ വരും? ഇവിടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം 1 അതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിക്കുന്നത്. അത് മുകളിൽ എത്ര വരും? 1000 എന്ന് വരും. താഴെ എത്ര എന്ന് വരും? 125. 125 × 8 ആണ് 1000 എന്ന് പറയുന്ന. അതായത് ആൻസർ കിട്ടും 8 ഇയേഴ്സ് എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇയേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഇയേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ കാര്യം പഠിക്കണം. ഇത് വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ബാക്കി കാര്യങ്ങളെല്ലാം ഇനി വരുന്ന കുറേ ക്വസ്റ്റ്യൻസും ഇതേപോലെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അടുത്തതിലോട്ട് പോവാമോ? ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായി? ഞാൻ ഈ സൈഡിൽ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചോളണേ. സൈഡിൽ പറഞ്ഞ കാര്യം ഓർത്ത് എഴുതി വെച്ചോളണം. അടുത്തതിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അടുത്ത് നോക്കിയേ, ഒരാൾ ഒരു തുക 5% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാവും? അവിടെയും ഇരട്ടിയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇരട്ടിയാകും. ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണം, വർഷമാണ് ചോദിക്കുന്നത്. വർഷം കണ്ടെത്തേണ്ടത് നമ്മൾ ഇരട്ടിയെങ്കിൽ 100/6 ആണ്. 100/6 എന്ന് പറഞ്ഞാൽ 100 ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5 ആണ്. 100/5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 വർഷമാണ് കേട്ടോ. എങ്ങനെയാണ്? 20 വർഷം. ഓക്കെ, 20 വർഷം, 20 ഇയേഴ്സ് ആണ് വരുന്ന. സിമ്പിൾ ആയിട്ട് കിട്ടും. ആൻസർ എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്ന 20 ഇയേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഒന്നും കൂടി പറയണോ?
ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമോ? ഇതുവരെ പറഞ്ഞ കാര്യം പക്കയല്ലേ? എല്ലാവർക്കും പക്കയല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയല്ലേ? അടുത്തയിലോട്ട് പോവാമല്ലോ. ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്തയിലോട്ട് പോവുകയാണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 6 വർഷം കൊണ്ട് ഇരട്ടിയാകും എങ്കിൽ എത്ര വർഷം കൊണ്ട് 4 ഇരട്ടിയാകും? ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? ചോദ്യം മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു തുക എന്ന് പറയുന്നത് സാധാരണ പലിശ നിരക്കിൽ 6 വർഷം കൊണ്ട് ഇരട്ടിയാകും എങ്കിൽ എത്ര വർഷം കൊണ്ട് 4 ഇരട്ടിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് മക്കളെ ഇരട്ടിയാകുന്ന കേസാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്ന? 100/6 എന്നാണ് എടുക്കുന്നത് അല്ലേ? ഇവിടെ 6 വേണ്ട, കാരണം ഇവിടെ നമുക്ക് നിരക്ക് പറയുന്നില്ല, അതുകൊണ്ട് 6 എടുക്കണ്ട. പക്ഷെ പലിശ നോക്കിയേ, ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പം ചിന്തിക്കുക, ഈ പലിശ 100 ഇരട്ടിയാകുന്ന കേസിൽ 100 ആയിരിക്കും വരുന്നത്. 100 ആവാനായിട്ട് എത്ര വർഷം എടുക്കും എന്നാ പറയുന്നേ? 6 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ 4 ഇരട്ടിയാണ് ചോദിക്കുന്നത് അല്ലേ? അതായത് ചിന്തിക്കുക, 100 ആവാൻ 6 വർഷം, അപ്പം 2 ഇരട്ടി, അതായത് ഇരട്ടി ആവാനായിട്ട് 6 വർഷം. അപ്പം 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 200 ആയിരിക്കും അല്ലേ? അതിന് എത്ര വർഷം എടുക്കും? 6ന്റെ കൂടെ ഒരു 6ഉം കൂടെ കൂട്ടുക, എത്ര വരും? 12 വർഷം. ഓക്കെ, ഇത് 3 ഇരട്ടിയാണേ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 4 ഇരട്ടി. 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 300 ആയിരിക്കും അല്ലേ? 300 ആവുമ്പം എത്രയായിരിക്കും? 18 വർഷം. ഒരു വർഷം, ഒരു 6 വർഷം കൂടെ കൂട്ടിയാൽ മതി. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന 18 വർഷമാണെന്ന് മനസ്സിലാക്കണം. ഈ കിട്ടുന്ന എല്ലാം പലിശയായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഈ മുകളിൽ വരുന്ന നമ്പറാണ് ഞാൻ പറയുന്ന. ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കുറച്ച് എന്താണ്? 100. ഓക്കെ, 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 ആണ് വരേണ്ട, പക്ഷെ 1 കുറച്ച് 200. 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 ആണ് വരേണ്ട, പക്ഷെ 1 കുറച്ച് 300. ആ സാധനം, ആ മുകളിൽ എഴുതുന്ന എല്ലാം പലിശയാണെന്ന് ചിന്തിക്കണം. അപ്പൊ 300 ആണ് ഇവിടെ കണ്ടെത്തേണ്ടത്. 300ന് എത്ര വർഷം എടുക്കും? 18 വർഷം. ഇതേപോലെ കൂട്ടി വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇതൊരു മെത്തേഡ്. ഇനി ഇത് പാടുള്ള, ഇത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു വേറൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഇക്വേഷനായിട്ടൊക്കെ പറയാം, ഇക്വേഷൻ ഒന്നും വേണ്ട, ഞാനെല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാ? അതായത് 6 വർഷം കൊണ്ട് ഇരട്ടിയാകും എങ്കിൽ എത്ര വർഷം കൊണ്ട് 4 ഇരട്ടിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എത്ര വർഷം കൊണ്ട് 4 ഇരട്ടി ആകും? ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം 4 ഇരട്ടി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ 4 ഇന്ന് ഒരു 1 അങ്ങ് കുറയ്ക്കണം. എന്ത് ചെയ്യണം? 4 ഇന്ന് ഒരു 1 അങ്ങ് കുറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 6, എത്ര വർഷമാണ് പറഞ്ഞേക്കുന്നത്? 6 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. 4 ഇരട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4ന് എന്ത് ചെയ്യണം? ഒരു 1 അങ്ങ് കുറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ആ 3 × 6 എന്ന് പറഞ്ഞാൽ 6 3 എത്ര എന്ന് കിട്ടും? 18 ഇയേഴ്സ് എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഇത് മറ്റൊരു മെത്തേഡ് ഓറിട്ട് വേണമെങ്കിൽ എഴുതി പഠിച്ചു വെച്ചോളണം. ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് സെറ്റ് ആവുകയെ. ഒരു ക്വസ്റ്റ്യനോടെ ശ്രദ്ധിച്ച് നോക്കിക്കോളണേ. ഒരു തുക ക്വസ്റ്റ്യൻ നോക്കിക്കോളണം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്ക് മുതലിന്റെ മുതലെന്നാണേ. മുടക്ക് മുതലിന്റെ 10 ഇരട്ടി ആകാൻ എത്ര വർഷം വേണം? 10 ഇരട്ടിയാണേ. 10 ഇരട്ടി ആകാൻ എത്ര വർഷം വേണം? ഓക്കെ, 10 ഇരട്ടി നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ എഴുതി കണ്ടെത്താം. അതായത് ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലേ? അതിന് വേണ്ട വർഷമാണ് 5 എന്ന് പറയുന്നത്. മറ്റേ പലിശ എടുക്കുന്ന രീതി. 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 200 ആയിരിക്കും. അതിന് 200. അടുത്ത 4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ആണ്. 5 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്. അടുത്ത 6 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആണ്. അടുത്ത 7 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ആണ്. 8 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ആണ്. 9 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ആണ്. 10 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 900 ആണ്. 10 ഇരട്ടിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 900 വരെ കണ്ടെത്തണം. ഇതുവരെ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ എഴുതി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണോ ചെയ്യാം. ക്ലിയർ അല്ലേ? എത്ര വരും? 5. അടുത്ത എത്രയാണ്? 10. അടുത്ത എത്രയാണ്? 15. അടുത്ത എത്രയാണ്? 20. അടുത്ത എത്രയാണ്? 25. 5 വെച്ച് കൂട്ടി അങ്ങ് പോയാൽ മതി. അടുത്ത 30. അടുത്ത 35. അടുത്ത 40. അടുത്ത എത്ര വരും? 45. എത്രയാണ്? 45. ക്ലിയർ അല്ലേ? എത്രയാണ്? 45. ഓക്കെ, അപ്പൊ ഇവിടെ എടുക്കേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ 45 ഇയേഴ്സ് ആണ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഇനി ഇത് എഴുതിയെടുക്കാൻ പാടുള്ള ആൾക്കാർക്കാണ് ഞാൻ ഒരു മാർഗം പറഞ്ഞു തന്നത്. 10 ഇരട്ടിയാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ 10 എന്ത് ചെയ്യണം? ഒരു 1 അങ്ങ് കുറയ്ക്കണം. എന്നിട്ട് ഈ കിട്ടുന്ന സാധനത്തിനോടൊപ്പം എന്ത്? ഇവിടെ എത്ര വർഷമാണ് പറഞ്ഞിരിക്കുന്നത്? 5. അപ്പൊ 5 കൊണ്ട് അങ്ങ് കുടിക്കണം. ക്ലിയർ അല്ലേ? 10 - 1 എത്രയാണ്? 9 ആണ്. 9 × 5 എന്ന് പറഞ്ഞാൽ 9 × 5 45. അങ്ങനെയും 45 ഇയേഴ്സ് എന്ന ആൻസറിലേക്ക് എത്താം. പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഓക്കെ ആണോ?
ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമോ? ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്ന: ഒരു തുക സാധാരണ പലിശ പ്രകാരം 45 വർഷം കൊണ്ട് മുടക്ക് മുതലിന്റെ 10 ഇരട്ടി ആയെങ്കിൽ പലിശ നിരക്ക് എന്ത്? ഇവിടെ തിരിച്ചാണേ. അതായത് ഇവിടെ ഒരു തുക സാധാരണ പലിശ പ്രകാരം 45 വർഷം ഇവർ തന്നിട്ടുണ്ട്, 45 ആണ് തന്നിട്ടുണ്ട്. മുടക്ക് മുതലിന്റെ 10 ഇരട്ടി ആയെങ്കിൽ, 10 ഇരട്ടിയായി എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ വർഷമല്ല ചോദിക്കുന്നത്, പകരം എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെയാണ്. ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/, എന്തെടുക്കണം? ടി ആണ് എടുക്കാനുള്ള. കാരണം ഇവിടെ വർഷം കാണും, നേരത്തെ ആണെങ്കിൽ എന്ത് കാണും? 6 കാണും. അപ്പൊ 100/2 എന്താണെന്നുണ്ടെങ്കിൽ ഇരട്ടിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി 3 ഇരട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായിരിക്കും? 3 ഇരട്ടിയാണെന്നുണ്ടെങ്കിൽ 200/t ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10 ഇരട്ടിയാണല്ലേ. അപ്പൊ 10 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900/t ആണ്. അപ്പൊ 6 കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 6 കണ്ടെത്താനായിട്ട് 10 ഇരട്ടി ആയതുകൊണ്ട് 900/t ആയിരിക്കും. അതായത് 900/45 ആയിരിക്കും. 45 × 2 ആണ് 90 എന്ന് പറയുന്ന, അതായത് ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20% എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറയുന്ന 20%. മക്കളെ മനസ്സിലാക്കണം, ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും വർഷവും ഒക്കെ ഏത് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയൊക്കെ എടുക്കാം. വർഷം കണ്ടെത്താൻ പറഞ്ഞാലും ഇതേപോലെ എടുക്കാം, അതേപോലെ എന്താണ് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ ഇതേ മെത്തേഡിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആൻസർ എത്രയാണ്? 20% ആൻസർ. പറഞ്ഞ കാര്യം കിട്ടിയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇതേപോലെയാണ് വർഷം കണ്ടെത്താൻ പറഞ്ഞാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞാലും ഒരേ ഐഡിയ ആണ് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തയിലോട്ട് പോവാമല്ലോ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിച്ചു കേട്ടോണേ. ഇതേപോലെ തന്നെയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. 50,000 രൂപ സാധാരണ പലിശ നിരക്കിൽ 25 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര? എങ്ങനെയാണ്? 50,000 രൂപ സാധാരണ പലിശ നിരക്കിൽ, എങ്ങനെയാണ്? 50,000 രൂപ സാധാരണ പലിശ നിരക്കിൽ 25 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര? ഈ പറഞ്ഞതുപോലെയല്ലേ, എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്? 25 വർഷം കൊണ്ട്. അപ്പൊ വർഷം തന്നിട്ടുണ്ടേ, എന്താ കണ്ടെത്താനുള്ളത്? പലിശ നിരക്കാണ്. അപ്പൊ ഇവിടെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയ 6 തന്നെയാണ് കണ്ടെത്താനുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു 6 കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തന്നിരിക്കും, അവര് വർഷം തന്നിരിക്കും അല്ലേ. പറഞ്ഞു ഇവിടെ എങ്ങനെയാ? ഇരട്ടിയാകുന്നു. ഓക്കെ, ഇരട്ടിയാകുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഈ ഇരട്ടിയാകുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കാൻ പാടുള്ളൂ? ഇരട്ടിയാകുന്ന കേസ് എങ്കിൽ പലിശ നിരക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെ തന്നെയാണ്. അതായത് ഇരട്ടി ആയതുകൊണ്ട് എങ്ങനെ എടുക്കാം? 100/, എന്തായിരിക്കും? ഇരട്ടിയാണേ. ഇരട്ടിയുടെ കേസ് വരുമ്പം 100/t ആയിരിക്കും. ഇതേപോലെ അടുത്തെന്താണ്? 3 ഇരട്ടിയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 3 ഇരട്ടിയാണെങ്കിൽ 200/t ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്കിവിടെ ഇരട്ടി ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഏതാ? 100/t എന്ന് എടുക്കാവൂ. 100/t ആണ്. അതായത് 100/t എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. ബോണസ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 25, 1 25, 25, 4 25, 100 ആണ്. അതായത് 4% എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞു തരട്ടാ, ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടാ മക്കളെ. ഒന്നുമില്ല, ഇവിടെ പറയുന്നത് എന്താ? 50,000 രൂപയ്ക്ക് എങ്ങനെയാണ്? 50,000 രൂപ സാധാരണ പലിശ നിരക്കിൽ 25 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇരട്ടി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് എങ്ങനെ വരത്തുള്ളൂ? 100/t എന്നേ വരൂ. 3 ഇരട്ടിയാണെങ്കിൽ 200/t, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇരട്ടി ആയതുകൊണ്ട് 100/t എന്ന് വരും. എങ്ങനെയാണ്? 100/t എന്ന് വരും. ഓക്കെ, അപ്പൊ 100/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/25 എന്ന് എടുക്കണം. 25 കൊണ്ട് തന്നെ വെട്ടാൻ പറ്റും. 25 × 4 ആണ് 100 എന്ന് പറയുന്ന. അങ്ങനെയാണ് നമുക്ക് 4% എന്ന് ആൻസർ കിട്ടുന്നത്. അപ്പൊ ആൻസർ എത്രയാണ് മക്കളെ? ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% ആയിരിക്കും. എത്രയായിരിക്കും? 4% ആയിരിക്കും. പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്കയാണോ? അപ്പൊ നമ്മൾ ഇതുവരെ 14 ക്വസ്റ്റ്യൻ ചെയ്തു. ഈ 14 ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായോ? ഡിഫറന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇരട്ടിയാകുന്നതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഡിഫറന്റ് ആയിട്ടുള്ള പല ടൈപ്പാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ?
ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അടുത്തയിലോട്ട് പോവുള്ളൂ. എല്ലാവർക്കും പക്കയാണെങ്കിൽ മാത്രമേ ഞാൻ അടുത്തയിലോട്ട് പോകൂ. പക്കയാണെങ്കിൽ മാത്രമേ പറയാവൂ. പക്കയാണെങ്കിൽ നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്നാൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമേ. ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരാൾ 9% നിരക്കിൽ ബാങ്കിൽ നിന്നും കടമെടുത്ത തുക 14% നിരക്കിൽ മറ്റൊരാൾക്ക് കടം കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞ് ഇടപാടുകൾ തീർത്തപ്പോൾ അയാൾക്ക് 2100 രൂപ ലാഭം കിട്ടി എങ്കിൽ കടമെടുത്ത തുക എത്ര? എന്താണ്? ഒരാൾ 9% നിരക്കിൽ ബാങ്കിൽ നിന്നും കടമെടുത്ത തുക 14% നിരക്കിൽ മറ്റൊരാൾക്ക് കടം കൊടുത്തു. ഞാൻ 9% കടം എടുത്ത് 14 മറ്റൊരാൾക്ക് കടം കൊടുത്തു എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടപാടിൽ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി? 2100 രൂപ ലാഭം കിട്ടി. മക്കളെ മനസ്സിലാക്കുക, ഞാൻ 9% വാങ്ങിച്ചിട്ട് എത്ര ശതമാനത്തിനാണ് കൊടുത്തത്? 14%. അതായത് എനിക്ക് അവിടെ ലാഭമായിട്ട് കിട്ടിയ ശതമാനം എത്രയാണ്? ഈ 14% നിന്നും എന്ത് കുറച്ചാൽ പോരെ? 9% കുറച്ചാൽ പോരെ? അതായത് 14 9% കുറച്ചാൽ എത്രയായിരിക്കും? 5% അല്ലേ? ഈ 5% എനിക്കിവിടെ ലാഭമായിട്ട് കിട്ടിയത്. ആ 5% എത്രയെന്ന് പറയുന്നത്? 2100. ഓക്കെ, ശതമാനത്തിന്റെ ഐഡിയ ഇവിടെ കയറി വരും കേട്ടോ. 2100 ചോദിച്ചേക്കുന്ന എന്താണ്? എങ്കിൽ കടമെടുത്ത തുക എത്ര? കടമെടുത്ത തുക എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കുന്ന ഒരു ബൾക്ക് എമൗണ്ട് ആണ്. ആ ബൾക്ക് എമൗണ്ടിന് നമ്മൾ എങ്ങനെ എടുക്കാൻ പാടുള്ളൂ? 100% കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എത്രയായിട്ടേ? 100% എടുക്കാവൂ. അപ്പൊ ആ 100% വേണം കണ്ടെത്താനായിട്ട്. അപ്പൊ ഇത് വേണം കണ്ടെത്താൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പേഴ്സൻറ്റേജിൽ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെയും, പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെയും ചെയ്യുന്നത്. സിമ്പിളാണ്. ഇപ്പോൾ ഒരാൾ 9% നിരക്കിൽ ബാങ്കിൽ നിന്നും കടമെടുത്ത തുക 14% നിരക്കിൽ മറ്റൊരാൾക്ക് കടം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ കിട്ടുന്ന ലാഭം എത്ര ശതമാനമാണ്? 14 9 കുറയ്ക്കുന്ന 5% ലാഭം കിട്ടുന്നത്. അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇടപാടുകളൊക്കെ തീർത്തപ്പോൾ എത്ര രൂപ കിട്ടി? 2100 രൂപ ലാഭം കിട്ടി. അതായത് 5% 2100. എങ്കിൽ കടമെടുത്ത തുക എത്ര എന്നാണ് ചോദ്യം. കടമെടുത്ത തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്ന ബൾക്ക് എമൗണ്ട് ആണ്. അതൊക്കെ നമ്മൾ എപ്പോഴും 100%ആയിട്ടേ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പൊ 100% വേണം കണ്ടെത്താൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൻറ്റേജിലും പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ സാധനം കണ്ടെത്താൻ നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡാണ് പരസ്പരം അങ്ങ് ക്രോസ് ചെയ്യും അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ 2 പേരുള്ള ആൾക്കാരെ തമ്മിൽ ഗുണിക്കണം. അതായത് 100ഉം 2100ഉം തമ്മിൽ ഗുണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിൽക്കുന്ന 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈ പറയുന്ന 100ഉം 5 കൂടെ വെട്ടാനായിട്ട് പറ്റും. 100 5 കൂടെ വെട്ടുമ്പോൾ 1 5 5, ഇവിടെ 20 വരും അല്ലേ. ഓക്കെ, ഇനി 20ഉം 2100 ഗുണിച്ചാൽ മതി. 20 × 2100 ചെയ്യുമ്പോൾ ആൻസർ ആയി. 21 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 × 2 എന്ന് പറഞ്ഞാൽ 42 ആണ് അല്ലേ. ആ 42ഉം ഒരു 3 0 കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് 42000 എന്ന് ആൻസർ കിട്ടും. എത്രയാണ്? 42000. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 42000 ആണ്. മക്കളെ മനസ്സിലാക്കണം, ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പേഴ്സൻറ്റേജിലും പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ പഠിക്കുന്ന ഒരു മെത്തേഡ് വെച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരാൾ 9% നിരക്കിൽ ബാങ്കിൽ നിന്ന് കടമെടുത്ത തുക 14% നിരക്കിൽ മറ്റൊരാൾക്ക് കടം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ശതമാനം എത്രയായിരിക്കും? 5%. അതാണ് 2100 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ 5% 2100 എന്ന് പറയുന്നത്. എന്താ കണ്ടെത്താനുള്ള? കടമെടുത്ത തുക വേണം കണ്ടെത്താൻ. കടമെടുത്ത തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 100% ആയിരിക്കും. അപ്പൊ 100% വേണം കണ്ടെത്താൻ. ഈ 100% കണ്ടെത്തേണ്ട ഇതേപോലത്തെ മെത്തേഡാണ് നമ്മൾ പറയുന്ന ക്രോസ് ചെയ്യുക. പരസ്പരം ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ 2 പേരുള്ളവരെ തമ്മിൽ ഗുണിക്കണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെട്ടിയൊക്കെ എടുക്കുമ്പോൾ 42000 എന്ന് ആൻസർ കിട്ടും. അതായത് ഇവിടത്തെ കടമെടുത്ത തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 42000 ആയിരിക്കും. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം കിട്ടിയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമോ? അടുത്തയിലോട്ട് പോവാമോ? അടുത്തയിലോട്ട് പോവാമോ? ശ്രദ്ധിച്ചു കേട്ടോളേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യ വർഷം 8%, രണ്ടാം വർഷം 7%, മൂന്നാം വർഷം 5% പലിശ നിരക്കിൽ 30,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? ഓക്കെ, സാധാരണ പലിശ എന്ത്? ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് 30,000 രൂപയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് അതിനെ വേണം നമ്മൾ ബൾക്ക് മൊത്തത്തിലുള്ള ടോട്ടൽ എമൗണ്ട് ആയിട്ട് എടുക്കാനുള്ള 30,000 ആണ്. അപ്പൊ ഇവിടുത്തെ 100% മൊത്തമായതുകൊണ്ട് 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30,000 ആയിരിക്കും. ഓക്കെ, ഇനി ആദ്യത്തെ വർഷം 8% കിട്ടും, രണ്ടാമത്തെ വർഷം 7% കിട്ടും,
മൂന്നാമത്തെ വർഷം 5% കിട്ടും. ഇതാണ് ഈ 3 വർഷത്തെ എന്ന് പറയുന്ന സാധാരണ പലിശ. സാധാരണ പലിശ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഓരോ വർഷവും കിട്ടുന്ന ശതമാനങ്ങളെല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അതായത് 8% പ്ലസ് 7% പ്ലസ് എത്രയാണ് 5%. 8 7 എത്രയാണ് 15 ആണ്. 15 5 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും 20% ഒന്ന് കിട്ടും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എടുത്താൽ മതി. ഈ 20% വേണം നമ്മൾ കണ്ടെത്താനായിട്ട്. ഇതാണ് കണ്ടെത്താൻ. എന്ത് കണ്ടെത്തിയാൽ മതി, 20% കണ്ടെത്തിയാൽ മതി. കണ്ടെത്താൻ അറിയാമല്ലോ, പരസ്പരം എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ മെത്തേഡ് ക്രോസ് ചെയ്യുക. അതായത് 20 × 30,000 ഡിവൈഡഡ് ബൈ എത്രയാണ് 100 ആണ്. ഈ 2 0യും ഈ 2 0യും വെട്ടാം. 3 2 6 ആണ്. പിന്നെ 2 3 0 കൊടുക്കണം അല്ലേ. 3 0 കൂടെ കൊടുക്കുമ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടും, 6000 രൂപ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന എത്രയാണ് മക്കളെ, 6000 രൂപയാണ്. എത്രയാണ്, 6000 രൂപയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, സാധാരണ പലിശ ആയതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും കിട്ടുന്ന ശതമാനങ്ങളെല്ലാം കൂടെ കൂട്ടിയെടുത്തതേ. ഇവിടെ മൊത്തത്തിലുള്ള 30,000 രൂപ എന്ന് പറയുന്നത് 100% ആയിരിക്കും. 100% 30,000 രൂപ. ഇതിന്റെ 20% കണ്ടെത്തിയാൽ മതി. കാരണം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 20% വരുന്നത്. ഇനി 20% പലിശ എന്ന് പറയുന്ന അത് വേണം കണ്ടെത്താൻ. അതിനുള്ള മെത്തേഡാണ് പരസ്പരം ക്രോസ് ചെയ്യുക. രണ്ടെണ്ണമുള്ളവരെ തമ്മിൽ ഗുണിക്കണം, ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് 6000 രൂപ എന്ന് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത്, ഒരാൾ 250 രൂപ 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും 9% സാധാരണ പലിശയ്ക്ക് 16 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇങ്ങനെയാണ്, പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒരാൾ 250 രൂപയാണ് നിക്ഷേപിക്കുന്നത്. എങ്ങനെയാണ്, 250 രൂപയാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, മൊത്തത്തിലുള്ള 100% എന്തെന്ന് പറയുന്ന 250. ഓക്കെ, ഇനി പറയുന്നത് എങ്ങനെയാണ്, 8% സാധാരണ പലിശയ്ക്ക് 12 വർഷം അല്ലേ. അപ്പൊ 12 വർഷം കിട്ടുന്ന മൊത്തം ശതമാനം എത്രയായിരിക്കും? ഈ പറയുന്ന 8% എന്തുകൊണ്ട് ഗുണിക്കണം? 8% എന്തുകൊണ്ട് ഗുണിക്കുക? 12 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 12 കൊണ്ട് ഗുണിക്കുക. 12 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 96% ആയിരിക്കും. 12 വർഷത്തെ 8% വെച്ച് 12 വർഷം കിട്ടുന്ന ശതമാനം, മൊത്തം പലിശയുടെ ശതമാനം എന്ന് പറഞ്ഞാൽ 96%. ഇനി എന്താ പറയുന്നത്, 9% സാധാരണ പലിശയ്ക്ക് എത്ര വർഷത്തേക്ക്? 16 വർഷത്തേക്ക്. അത് 16 × 9 ചെയ്യുക. 16 × 9 ചെയ്യുക. അതായത് 16 × 10 160 ആണ്. അതിൽ നിന്നൊരു 16 കുറയ്ക്കുമ്പം എത്രയെന്ന് കിട്ടും? 144 എന്ന് കിട്ടും. 144% വരുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇവര് തമ്മിലുള്ള പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണേ? 144 നിന്ന് 96 കുറച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യത്യാസം എത്രയായിരിക്കും? 48 ആയിരിക്കും. എത്രയാണ്? 48 ആണ്. അപ്പൊ ഇവിടെ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കണ്ടെത്താനുള്ളത്? 48% എത്രയാണെന്നാണ് കണ്ടെത്താൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഈ ശതമാനവും അതുപോലെ എന്താണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ പഠിച്ച ആ ഒരു മെത്തേഡിലേക്ക് എഴുതി ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ വരുന്നത്. അപ്പം 100% 250 ആണ്. 48% കണ്ടെത്തണം. പരസ്പരം അങ്ങ് ക്രോസ് ചെയ്താൽ മതി. ആരെയൊക്കെ തമ്മിൽ 250ഉം 48ഉം കൂടെ ഗുണിക്കണം. എന്നിട്ട് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ പറയുന്ന ഈ ഒരു 0യും ഈ ഒരു 0യും വെട്ടാം. 25ഉം 10ഉം വെട്ടാം. ഇവിടെ എത്ര വരും? 2 5 ചൂടുമ്പോൾ 2 5 10 5 5 25. 2ഉം 48ഉം വെട്ടാം. 24 എന്ന് കിട്ടും. 24 × 5 ചെയ്താൽ മതി. 24 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 5 125 ആണ്. 24 × 5 എന്ന് പറയുമ്പോൾ ഒരു 5 അങ്ങ് കുറച്ചാൽ മതി. അതായത് എത്രയായിരിക്കും? 120 ആയിരിക്കും വരുന്നത്. എത്രയാണ്? 120. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ആയിരിക്കും. മക്കളെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരാൾ 250 രൂപ 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും 9% സാധാരണ പലിശയ്ക്ക് 16 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം അല്ലേ. പറഞ്ഞ കാര്യം കിട്ടിയല്ലോ. 100% 250 ആണ്. അപ്പം ഇവിടെ എന്താണ്? 8% വെച്ച് 12 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 8 × 12 96% മൊത്തം വരും. 9% വെച്ചിട്ട് 16 വർഷത്തേക്ക് വെച്ചാൽ 9 × 16 144% മൊത്തം വരും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48% ആണ്. അതായത് 48% വേണം കണ്ടെത്താൻ. ഇതിന് പരസ്പരം ക്രോസ് ചെയ്താൽ മതി. 250 × 48/100 എടുക്കുക. വെട്ടി ചെയ്യുമ്പോൾ 120 ആൻസർ കിട്ടും. ഓക്കെ, പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? ആർക്കെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയണോ?
ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇന്ന് പഠിപ്പിച്ചു, നമ്മൾ ഇന്ന് സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സാധാരണ പലിശയുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ സാധാരണ പലിശ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും പക്കയാണോ? എല്ലാവർക്കും പക്കയാണോ? എല്ലാവർക്കും പക്കയാണോ? ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ലതുപോലെ എന്ത് ചെയ്യണം? 2-3 തവണ വെച്ച് ചെയ്ത് പഠിക്കണം. നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ടും എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്, അതായത് കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.